പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വസതിയിൽ റെയ്ഡിനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ വാഹനം തകർത്ത സംഭവത്തിൽ ന്യായീകരണവുമായി എത്തിയ CPM നേതാക്കളെ കാണുമ്പോൾ സത്യത്തിലൊരു കോമഡി സിനിമ കാണുന്ന പ്രതീതിയാണ് തോന്നുന്നത്. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാർ തകർത്ത സംഭവത്തെ ന്യായീകരിച്ച മുമ്പ് ഇൻഡിഗോ വിമാന കമ്പനിയെപ്പോലും വിറപ്പിച്ച ജയരാജൻ സഖാവ് ഇത്തവണയും മോശമാക്കിയില്ല. ശൂഭിതരായ ജനക്കൂട്ടത്തിന് നേർക്ക് കാറുമായി പോയ ഉദ്യോഗസ്ഥരെ പഴിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനാണ് ഈ ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് എന്നാണ് സഖാവ് പറഞ്ഞത്. അത്തരമൊരു സാഹചര്യത്തിൽ ഏത് ഗാന്ധിയന്മാരും പ്രതികരിച്ചു പോകില്ലേ എന്നും ജയരാജൻ ചോദിച്ചു. അതായത് മണിക്കൂറുകൾ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർ ഈ പ്രതിഷേധക്കാർ മുഴുവൻ അവരുടെ വീടെത്തുന്നിടം വരെ ആ പിണറായിയുടെ വീട്ടിൽ തന്നെ തുടരണമായിരുന്നു എന്നാണ് സഖാവിൻ്റെ ലൈൻ. ആ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഇനി ആരെങ്കിലും റെയ്ഡിന് ഇതേപോലെ പോയ സഖാവ് പറഞ്ഞ ഈ പാഠം കൃത്യമായി ഓർത്തിട്ടേ പോകാവൂ. ശോഭിതരായ ജനക്കൂട്ടത്തിന് മുന്നിലൂടെ കാറുമായി പോകുന്നതിന് പകരം അവർക്ക് നടന്നു പോകാൻ പറ്റില്ലല്ലോ സഖാവെ. അവിടം കൊണ്ടും അണ്ണം നിർത്തിയില്ല. റെയ്ഡ് കഴിഞ്ഞ് പുറത്തു വന്ന ഇ.ഡി. ഉദ്യോഗസ്ഥർ പക്വമായ നിലപാടല്ല സ്വീകരിച്ചത്. ബോധപൂർവം പ്രശ്നമുണ്ടാക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. വലിയ ജനക്കൂട്ടം ശോഭിതരായി പുറത്തു നിൽക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുമ്പോൾ ആ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്ത് പോകാൻ പാടുണ്ടോ? നിങ്ങളും ഉത്തരം പറയണം. അപ്പോൾ സ്വാഭാവികമായ പ്രതികരണം ഉണ്ടാകില്ലേ? പ്രകോപനം ഉണ്ടാക്കാൻ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്ത് പോയാൽ ഏത് ഗാന്ധിയന്മാരും ഒന്ന് പ്രതികരിച്ചു പോകും. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് അധികാരത്തിൽപ്പെട്ട ഈ ജോലിയൊക്കെ ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ ജയരാജൻ സഖാവ് പറയുന്ന പോലെ മടങ്ങിയിരുന്നെങ്കിൽ ഒരു അപകടവും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ തെറ്റ് ആരുടേതാണ്? ജയരാജൻ സഖാവിൻ്റെതാണോ? അല്ല, ഈ ഉദ്യോഗസ്ഥരുടേതാണ്. അവിടം കൊണ്ട് അണ്ണം നിർത്തിയില്ല. കിട്ടിയ ഗ്യാപ്പ് ഗോളടിക്കാൻ മറ്റൊരു ശ്രമം കൂടി അങ്ങ് നടത്തി. ബോധപൂർവം തന്നെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന RSS, BJP, കോൺഗ്രസ് പാർട്ടികളുടെ ഈടൻ അജണ്ടയാണ് ഇവിടെ ഇ.ഡി. ഉദ്യോഗസ്ഥർ നടപ്പിലാക്കിയത് എന്ന് വെച്ചങ്ങ് കാച്ചി. വഴിയെ പോയ ഈ സീനിൽ പോലും ഇല്ലാത്ത RSS, BJP, കോൺഗ്രസ്സുകാരെ എന്തിനാണെന്നാ വെറുതെ സ്മരിച്ചത്? എന്തായാലും ആ നല്ല മനസ്സിന് കൂപ്പുകൈ. സഖാവ് പിണറായി വിജയൻ പണ്ട് മുഖ്യമന്ത്രിയായിരുന്നപ്പം ഇ.ഡി. ഉദ്യോഗസ്ഥർ കൊടിയേരുടെ വീട്ടിലും ഇതുപോലെ വന്നിരുന്നു. ഇന്ന് സതീശനെ ഇതിലേക്ക് വലിച്ചിട്ടതുപോലെ അങ്ങ് പിണറായിയുടെ പേര് പറഞ്ഞ് കേട്ടില്ല. ഇരട്ട നീര് തന്നെയല്ലേ സഖാവേ ഇതൊക്കെ? സാരമില്ല, നമ്മുടെ ജയരാജൻ സഖാവായിപ്പോയില്ലേ. എവിടെ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? സോറി, ജയരാജന് മുമ്പേ പറയേണ്ടതായിരുന്നു. അത് എൻ്റെ തെറ്റ്. മത്സരിക്കാത്ത ആ നേതാവിനെ കോൺഗ്രസ് കൂടുതൽ പേടിക്കണമെന്ന് പറഞ്ഞ് സഖാക്കന്മാർ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന സാക്ഷാൽ M. സ്വരാജ്. ജയരാജൻ്റെ അനിയനായിട്ട് വരുമോ അതോ ചേട്ടനായിട്ട് വരുമോ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞുകൊള്ളുക. നിയന്ത്രിക്കാനാവാത്ത ഒരു ചെറിയ പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. PD സതീശൻ കണ്ടോൺമെൻറ്റ് ഹൗസ് ഒഴിയാത്തത് ഇ.ഡിക്ക് സുഗമമായ വഴിയൊരുക്കാൻ വേണ്ടിയാണ്. ഇ.ഡി. റെയ്ഡും കണ്ടോൺമെൻറ്റ് ഹൗസും തമ്മിൽ എന്ത് ബന്ധമാണ് സ്വരാജ് സഖാവെ? അവിടെയാണ് പിണറായി വിജയൻ താമസിച്ചെങ്കിലും ഈ റെയ്ഡ് നടക്കില്ലായിരുന്നു എന്നതാണ് ചോദ്യം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിന്നെ എന്തേ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റാത്തത്? അങ്ങനെ മാറ്റിയാൽ കണ്ടോൺമെൻറ്റ് ഹൗസ് അദ്ദേഹത്തിന് ഒഴിയേണ്ടി വരും. അങ്ങനെ ഒഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് സ്വാഭാവികമായും കണ്ടോൺമെൻറ്റ് ഹൗസ് അനുവദിക്കും. കണ്ടോൺമെൻറ്റ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കാതെ കുറച്ചുനാൾ കൂടി മാറി നിൽക്കുന്നു എന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ അന്വേഷണ ഏജൻസികൾക്ക് നാടകം കളിക്കാനുള്ള പ്രതീതി സൃഷ്ടിക്കുകയാണ് ഇവിടെ V.D. സതീശൻ ചെയ്തത്. ഇ.ഡിയെ ആരും ആക്രമിച്ചിട്ടില്ല. അക്രമം ഇങ്ങനെയൊന്നുമല്ല ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇതൊരു അക്രമമേ അല്ല. ഇതാണ് സ്വരാജിൻ്റെ മാസായിട്ടുള്ള വാക്കുകൾ. ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ ഇത് തുടക്കവും ഒടുക്കവും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ എന്ന്. അതുപോലെ തന്നെയാണ് ഈ വിഷയത്തിൽ M. സ്വരാജ് പ്രതികരിച്ചത്. പിന്നെ മത്സരിക്കാത്ത M. സ്വരാജിനെ പേടിക്കണം എന്നാണല്ലോ. പാവ ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് അത് അറിയാതെ പോയി. ഇവർക്ക് മുകളിൽ കോമഡി പറയാൻ ആളില്ല എന്ന് കരുതിയപ്പോൾ ഇതാ വരുന്നു അടുത്ത മുതൽ. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായ CPMൻ്റെ നേതാവ് IP ബിനു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അണ്ണനൊന്ന് മാസാകാൻ ശ്രമിച്ചത്. അണ്ണൻ്റെ ഡയലോഗ് ഇങ്ങനെയാണ് കേട്ടോ: പിടിച്ചതല്ല, പിടി കൊടുക്കുന്നതാണ്. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാണ് എന്നൊക്കെ പണ്ടൊരു ഡയലോഗ് കേട്ടിട്ടില്ലേ? അതിലൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഏൽപ്പിച്ച ഉത്തരവാദിത്തം 100% ആത്മാർത്ഥതയോടെ ചെയ്യുക എന്നതാണ് എൻ്റെ നിലപാടും എൻ്റെ ശരിയും. എന്താണ് സഖാവെ ഈ ഏൽപ്പിച്ച ഉത്തരവാദിത്തം? ആ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനോ അതോ ആ പാവപ്പെട്ട ഡ്രൈവറുടെ കാർ തല്ലിപ്പൊളിക്കാനോ? ആരാണ് അങ്ങേ ഇത്തരത്തിലുള്ളൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് എന്നുകൂടി പറയേണ്ടതായിരുന്നു. കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ അനവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സഖാവ് പിണറായി വിജയനെയും കുടുംബത്തെയും ബന്ദിയാക്കി ഇ.ഡി. നടത്തിയ നാടക റെയ്ഡ് അങ്ങേയറ്റം വിമർശനാത്മകവും പരിഹാസ്യവുമാണ്.
ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ അനുവദിക്കാതെ എന്ത് റെയ്ഡാണ് ഈ നടക്കുന്നത്? ED VD ഡീലൊക്കെ സാധാരണ മനുഷ്യർക്ക് നന്നായി അറിയാം. സുപ്രീം കോടതി വരെ തള്ളിയ കേസുകളിൽ എന്തോന്ന് റെയ്ഡാണ്. ഇമാതിരിയുള്ള പ്രഹസന പരമ്പരകൾ സർക്കാർ ഏജൻസികൾ തുടർന്നാൽ ആഹ്വാനമില്ലാതെ തന്നെ കേരളം തെരുവിലിറങ്ങും. ഇതിലേക്ക് എന്തിനാണ് സഖാവ് ഈ കേരളത്തിൻ്റെ പേര് വലിച്ചിട്ടത് എന്നുകൂടി ഒന്ന് പറയണം. സഖാവിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ. ഇത് ബംഗാളല്ല, കേരളമാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളാണ് എൻ്റെ ജീവനും കരുത്തും. ഞാൻ പോയിട്ട് വരാം. വിപ്ലവ അഭിവാദ്യങ്ങൾ IPB ഫേസ്ബുക്കിൽ കുറിച്ചു. അണ്ണൻ കാനഡയിൽ ടൂറിന് പോവല്ല, ജയിലിൽ കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴാണ് ഈ മാസ് ഡയലോഗ്. ഇനി പറ, ഇതിലാരാണ് ഏറ്റവും വലിയ കോമഡി? 2026 നല്ല കോമഡി ചിത്രങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന വിഷമമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇനി ആ സങ്കടമേ വേണ്ട. ഇവരുടെയൊക്കെ ഈ വീഡിയോകൾ ചുമ്മാ യൂട്യൂബിൽ പോയി കണ്ടാൽ മതി, നിങ്ങൾ ഹാപ്പി ആയിക്കോളും.